നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് പരാജയപ്പെടണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് CPM നേതാക്കൾ തന്നെയാണോ? അങ്ങനെയാണ് എന്ന സൂചനയാണ് ഇപ്പോൾ CPM ഉള്ളിൽ നിന്നും ലഭിക്കുന്നത്. CPM വലിയൊരു വിഭാഗം നേതാക്കൾക്ക് എം സ്വരാജ് അവിടെ നിന്നും ജയിക്കണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല. കാരണം എം സ്വരാജ് ജയിക്കുന്നത് ഒരു മൂന്നാം പിണറായി ഭരണത്തിലുള്ള കേളികൊട്ടന്റെ തുടക്കമായിരിക്കുമെന്ന് സീനിയർ നേതാക്കൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഒരു മൂന്നാം പിണറായി സർക്കാർ ഉണ്ടായാൽ CPM എന്നുള്ള പാർട്ടി കേരളത്തിൽ ഇല്ലാതാകുമെന്നും അതുകൊണ്ട് എം സ്വരാജ് നിലമ്പൂരിൽ നിന്നും വിജയിക്കരുതെന്നും ഇവർ പലരും ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്ന പ്രമുഖരിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയും ഉണ്ടെന്നാണ് CPM-നുള്ളിലെ അകത്തള സംസാരം. പിണറായി വിജയനും മരുമകൻ മുഹമ്മദ് റിയാസും P ശശിയെ പോലുള്ള ചില ഉപജാപക സംഘങ്ങളും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ CPM നേതാക്കളും നിലമ്പൂരിൽ എം സ്വരാജ് പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. സ്വരാജിന്റെ വിജയം മൂന്നാമതൊരു പിണറായി സർക്കാരിന്റെ പിറവിക്ക് കാരണമാകുമെന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ സ്വരാജിന്റെ തോൽവിയാണ് പാർട്ടിയെ രക്ഷിക്കുന്നതെന്ന് അവർ കരുതുന്നു. അല്ലെങ്കിൽ കേരളത്തിൽ CPM നിലനിൽക്കണമെങ്കിൽ നിലമ്പൂരിൽ എം സ്വരാജ് തോക്കണമെന്നാണ് ഭൂരിഭാഗം CPM നേതാക്കളും ആഗ്രഹിക്കുന്നത്. അതിൽ ഒരു കാലത്ത് പിണറായിയുടെ വിശ്വസ്തരായിരുന്ന ആളുകൾ പോലുമുണ്ട്. പല മന്ത്രിമാരും, പ്രത്യേകിച്ച് KN ബാലഗോപാൽ, P രാജീവ്, MB രാജേഷ് തുടങ്ങിയ പല മന്ത്രിമാരും നിലമ്പൂരിൽ സ്വരാജിന്റെ പരാജയം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. സ്വരാജിനെ ഒരു ബലിയാടിനെ പോലെ പിടിച്ചു നിർത്തിയതാണെന്നും നിലമ്പൂരിൽ വിജയിക്കാനുള്ള സാധ്യത CPM-ന് തുലോം കുറവാണെന്നും വിശ്വസിക്കുന്ന നേതാക്കളുമുണ്ട്. എന്നാൽ UDF-ന്റെ കഴിവുകേട് കൊണ്ടെങ്ങാൻ സ്വരാജ് ജയിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ അത് CPM-ന്റെ മൂന്നാം ഭരണത്തിലേക്ക് അല്ലെങ്കിൽ പിണറായി വിജയന്റെ മൂന്നാം ഭരണത്തിലേക്ക് വഴിതെളിക്കുമെന്നാണ് ഇവർ ഭയപ്പെടുന്നത്. അങ്ങനെ മൂന്നാം ഭരണത്തിലേക്ക് വഴിതെളിച്ചാൽ പണ്ട് പശ്ചിമ ബംഗാളിൽ സംഭവിച്ച പോലെ പാർട്ടി നിശേഷമായി ഇല്ലാതായി തീരും. എല്ലാ ഭരണത്തിലും അല്ലെങ്കിൽ പാർട്ടി ഭരണത്തിലേറുമ്പോഴൊക്കെ എത്തിച്ചേരുന്ന പാർട്ടിയിൽ പിടിമുറുക്കുന്ന അവതാരങ്ങൾ വീണ്ടും ശക്തി പ്രാപിക്കുമെന്നും അവർ പാർട്ടിയെ വിഴുങ്ങുമെന്നും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ പാർട്ടിയിൽ നിന്നും ദൂരേക്ക് മാറി നിൽക്കേണ്ട അവസ്ഥ വരുമെന്നും ഇവർ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഇനി പാർട്ടിയുടെ ഭരണം കേരളത്തിൽ ഉണ്ടാകുന്നത് CPM-നെ നശിപ്പിക്കാൻ മാത്രമേ ഉതകുകയുള്ളൂ എന്നാണ് പല നേതാക്കളും പറയുന്നത്. അത് ആ നേതാക്കൾ ചില്ലറക്കാരല്ല. CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മുതൽ CPM സംസ്ഥാന സെക്രട്ടറി വരെ ഉണ്ട്. അവരിലേക്കും താഴേക്ക് പ്രവർത്തിക്കുന്ന നേതാക്കളുമുണ്ട്. കേരളത്തിൽ ഇനിയൊരു CPM ഭരണം ഉണ്ടാകുന്നത് CPM-ന് ഇന്ത്യയിൽ തന്നെ വേരുകൾ നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് തള്ളിവിടുമെന്നാണ് പലരും ഭയക്കുന്നത്. മൂന്നാം പിണറായി സർക്കാർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ മൂന്നാം പിണറായി സർക്കാർ വരണമെന്ന് ആഗ്രഹിക്കുന്നത് പിണറായിയുടെ കുടുംബക്കാർ മാത്രമാണെന്നാണ് ഇപ്പോൾ CPM നേതാക്കൾ പലരും പറയുന്നത്. അത്തരത്തിൽ വലിയ തോതിലുള്ള ആവേശമൊന്നും മറ്റു നേതാക്കളുടെ ഭാഗത്ത് നിന്ന് നിലമ്പൂരിൽ കാണുന്നില്ല എന്നും അവിടെ പോയ മാധ്യമ പ്രവർത്തകർ പറയുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും കോൺഗ്രസിന്റെ പ്രവർത്തകരുമെല്ലാം ആഞ്ഞു പണിയെടുക്കുമ്പോൾ സ്വരാജിന് വേണ്ടി കുറെ സാഹിത്യകാരന്മാർ ഇറങ്ങുന്നതല്ലാതെ അല്ലെങ്കിൽ ആദ്യഘട്ടം മുഖ്യമന്ത്രി ഇറങ്ങിയതല്ലാതെ വലിയ തോതിലുള്ള പ്രചരണങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല അത്രേ. അങ്ങനെ പ്രചരണത്തിൽ ഇറങ്ങുന്നവർ പലരും രണ്ട് മനസ്സായിട്ടാണ് ഇറങ്ങുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും പിണറായി വിജയനും മുഹമ്മദ് റിയാസും ഒഴിച്ച് അല്ലെങ്കിൽ P ശശിയെ പോലുള്ളവരൊഴിച്ച് ബാക്കി ആരും തന്നെ നിലമ്പൂരിൽ സ്വരാജ് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കാരണം സ്വരാജിന്റെ വിജയം മൂന്നാം പിണറായി സർക്കാരിന്റെ വഴി തുറക്കും. മൂന്നാം പിണറായി സർക്കാർ ഉണ്ടായാൽ കേരളത്തിൽ പിന്നെ CPM ഉണ്ടാകില്ലെന്ന് ഭയക്കുന്നവരാണ് ഏറെയും ഈ പാർട്ടിയിൽ. അതുകൊണ്ട് അവരിൽ പലരും എം സ്വരാജിന്റെ പരാജയം ആഗ്രഹിക്കുന്നു എന്നതാണ് സത്യം.